ഹായ് മലയാളീസ്, വെൽക്കം ബാക്ക് ടു ഗുരു കേക്കീസ് എന്റർടൈൻമെന്റ് വ്ളോഗ്. സോ ഇന്ന് ഞാൻ കീർത്തിക്കുട്ടിയുടെ ഡ്രസ്സിങ് സെൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ റേറ്റ് ചെയ്യും. അതായത് 10ൽ എത്ര കൊടുക്കാൻ പറ്റും. കീർത്തിക്കുട്ടിക്ക് ഭയങ്കര ഡ്രസ്സിങ് സെൻസ് ആണെന്നാണ് കീർത്തിക്കുട്ടി ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൂടി ചിന്തിക്കണമല്ലോ, കീർത്തിക്കുട്ടി മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. മൈ ഡ്രസ്സിംഗ് സെൻസ് നല്ലത് തന്നെ. ദേവേട്ട സ്റ്റൈലിങ്ങും ഞാൻ തന്നെ ചെയ്യും എപ്പോഴും. അത് ശരിയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ കീർത്തിയുടെ ഡ്രസ്സിങ് സെൻസ് ആണ്. കീർത്തിക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രസ്സ് കൊണ്ട് ഇട്ടിട്ട് വരാം. കീർത്തിയുടെ ശരീരത്തിന് ഇണങ്ങുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഞാൻ അത് റേറ്റ് ചെയ്യും. 10ൽ എത്രയാണെന്ന് ഞാൻ പറയും. ഓക്കെ, എത്ര ഡ്രസ്? ഒരു 5 ഡ്രസ് വെക്കാല്ലേ? 5, 6, 7 ഇഷ്ടമുള്ള അത്ര. അവർക്ക് എത്ര പറ്റുന്ന അത്രയും. അതായത് അവൾ ഇഷ്ടപ്പെട്ട ഒരു 5-6 ഡ്രസ്സ്. എന്റെ അടുത്ത് മിനിമം ഡ്രസ്സേ ഉള്ളൂ. ഞാൻ വെസ്റ്റേൺ വെയർ ഇടാം. സാരി എല്ലാം ഇടാൻ പറ്റും. സാരി വേണ്ട, സാരിന്റെ ആവശ്യമില്ല. മോഡേൺ ആയിട്ടുള്ള നല്ല ഡ്രസ്സ്. യെസ്, വെസ്റ്റേൺ ഡ്രസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കീർത്തിക്കുട്ടി എത്രയൊക്കെ നല്ല നല്ല ഡ്രസ്സിൽ വരാം. നിങ്ങൾക്കും റേറ്റ് ചെയ്യാം. ഓരോ ഡ്രസ്സിനും എത്ര റേറ്റ് കൊടുക്കാം. ഞാൻ മേക്കപ്പ് ഒന്നും ഇടൂല ഗൈസ്, ജസ്റ്റ് വിത്ത് റോ ഫേസ് ആൻഡ് ഡ്രസ് ഇട്ടിട്ട് വരാം. ഓക്കെ, കീർത്തിക്കുട്ടിയുടെ റോ ഫേസ് ആണ് കൂടുതൽ ഭംഗി അതെയാ, മേക്കപ്പ് ഇടുന്നതിനേക്കാളും. ഓ താങ്ക് യു. സോ നമുക്ക് നോക്കാം. അപ്പോൾ റെഡിയാണോ? റെഡിയാണ്. നോക്കട്ടെ. പുറത്തേക്ക് വന്നോ? ഓ എങ്ങനെയുണ്ട്? നൈസ് ഷേപ്പ്. വർക്കൗട്ട് ചെയ്തതാ. കൊള്ളാം. അപ്പോ 10ൽ ഞാനൊരു 8 കൊടുക്കാം. 8. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട്? ഓക്കെ, നൈസ്. നെക്സ്റ്റ് ഡ്രസ്. നെക്സ്റ്റ് ഡ്രസ്. ഇത് ജസ്റ്റ് മീഷോയിൽ വാങ്ങിയത് ഗൈസ്, മീഷോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സെർച്ച്, സ്ക്രീൻഷോട്ട് എടുത്തോ, വാങ്ങാൻ പറ്റും. 8 ഓക്കെ അല്ലേ? യെസ്. സന്തോഷമായോ? നിങ്ങൾക്ക് സന്തോഷം? എനിക്ക് സന്തോഷമായി. യെസ്, എനിക്ക് സന്തോഷമായി. ഓക്കെ, അടുത്ത ഡ്രസ് ഇട്ടോ. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ആദ്യം ഓഡിയൻസ് അല്ലേ കാണുന്നത്? യെസ്. കീർത്തിക്കുട്ടീനെ ഇത് ബീച്ച് വെയർ ആണ്. ബീച്ച് അല്ല, എങ്ങനെ പറയാ? എങ്ങനെയാ പറയണ്ട, സംഭവം കൊള്ളാം. സിബിട്ടില്ലേ? സിപ്പ് ഇട്ടിട്ടുണ്ടല്ലേ? പബ്ജി ഗേൾ ആണോ ഞാൻ? പബ്ജി ഗേളോ? പബ്ജി ഗേളിൽ പബ്ജിയിൽ ഇങ്ങനെ ഔട്ട്ഫിറ്റ് ഉണ്ടാവും പെൺകൾക്ക്. നന്നായിട്ടുണ്ട്. 10ൽ 9. 9? ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഗൈസ്? എനിക്കിഷ്ടായി. അപ്പോൾ മാർക്ക് ഇഷ്ടായ? മാർക്ക് ഇഷ്ടായ? മാർക്കാ? മാർക്ക് 9 മാർക്കാ? ഇഷ്ടായി. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. സോ നോക്കാം കീർത്തിക്കുട്ടി അടുത്ത ഡ്രസ്സ് ഏതാണെന്ന്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത നല്ല ഡ്രസ്സായിട്ട് കീർത്തിക്കുട്ടി വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. വെയിറ്റ് ചെയ്യാം. റെഡിയാണോ? റെഡിയാണ്. കീർത്തിക്കുട്ടി റെഡിയാണോ? വന്നാ? Oh God. How is it? This is so nice. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഷൈനിങ്. I'm always shine. ഇത് ഒരു പാർട്ടി വെയർ അല്ലേ? അതെ, പാർട്ടി വെയർ. പിന്നെ ഫ്രണ്ട്സോടെ പുറത്ത് പോകുമ്പോൾ എനിക്കിടാം. ഓക്കെ, എൻ്റെ കൂടെ പോകുമ്പോൾ ഇടില്ല, ഫ്രണ്ട്സിനോടെ മാത്രമേ ഉള്ളൂ? ഇല്ല, ഫ്രണ്ട്സ് കൂടെ മാത്രം. അതെയാ? പോസ് കാണിച്ചേ, ബൈസെപ്പ് കാണിച്ചേ. എൻ്റെ മോനെ. വിക്രമാണോ? കറക്റ്റ് അത് തന്നെ. അതൊട്ടുള്ളി വിക്രം. Can I hug you? Yes. Oh, my wife is beautiful.
Oh, my husband is so friendly. He's allowing me to wear all this dress. Yeah, it's nice. Did you like it? Yeah, I liked it. Okay. കൊള്ളാം. So out of 10 എത്ര ദേവേട്ട കൊടുക്കും? എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കണ്ടപ്പോൾ തന്നെ ഒരു അട്രാക്റ്റഡ് ആയി ഞാൻ. എങ്ങനെ അട്രാക്ട് ആയി? എൻ്റെ കണ്ണ് തിളങ്ങി, ഷൈനിങ് ആയി. അപ്പോൾ 10 on 10 9.5. 9.5. Yes. 10 on 10 എപ്പോ കിട്ടും? സാരി ഇട്ടെങ്കിലേ 10 on 10 കിട്ടുള്ളൂ. ഇല്ല, സാരി എനിക്ക് ഇഷ്ടം. Okay. Okay then. 9.5. See you next outfit. Okay. Try to impress me, okay? Yeah. Try to get 10 on 10. Yeah. 10 on 10. Yeah. 10. So, ഇത് നാലാമത്തെയാണോ? അതെ. ഓക്കെ, നാലാമത്തെ കിരുത്തുട്ടിയുടെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. Can I turn? Yes. Wow. 10 on 10 കിട്ടും 100%. എത്ര ദേവേട്ട? It's like that Chinese type. Pim tim tim. അല്ലേ? Chim chim cha. Yeah. It's nice. ഇഷ്ടായി. It's like I got impressed. You got impressed? Yes. How much? Great. So നമുക്കിതിൽ ഒന്നും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും ഇഷ്ടമായി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിഷ്ടമാണ് കിരുത്തുട്ടി ഈ ടൈപ്പ് ഡ്രസ്സ് ഇടുന്നത്. പക്ഷെ എന്തോ കാസർഗോഡ് നമുക്ക് ഈ ടൈപ്പ് ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാണ് കിരുത്തുട്ടി ഈ ടൈപ്പ് ഡ്രസ്സ് ഇട്ട് പോകുന്നതൊക്കെ. പക്ഷെ നമ്മുടെ കാസർഗോഡ് ഞാൻ ഓക്കെ അല്ല. മൈൻഡ് സെറ്റ് ശരി. കാരണം ഇതിനു മുമ്പ് കിരുത്തുട്ടി ഒരു പ്രാവശ്യം കുറച്ചൊന്ന് ഒരു ടൈറ്റ് ഡ്രസ്സ് ഇട്ട് പോയപ്പോൾ തന്നെ ആൾക്കാരുടെ നോട്ടം കിരുത്തുട്ടിക്ക് തന്നെ ഭയങ്കര ബാഡ് അടിച്ചു. ഓട്ടോറിക്ഷയിലല്ല ഇങ്ങനെ നോക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ അങ്കിൾ ഇങ്ങനെ ക്രോസ് യു സിങ് ലൈക്ക് ദിസ്. ഞാൻ അമ്മക്കുട്ടി അന്ന് പാലർ. സോ അതുകൊണ്ട് കിരുത്തുട്ടിയും ഓക്കെ അല്ല, ഞാനും ഓക്കെ അല്ല. കാരണം ഞാനൊരു പ്രാവശ്യം കിരുത്തുട്ടിയുടെ കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ട് പോയപ്പോൾ ആൾക്കാർ ഭയങ്കര ഇതായിട്ടാണ് നോക്കുന്നത്. എവിടേക്കാണ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ നോട്ടത്തിൽ തന്നെ. ഒരു ഇതില്ലാണ്ട് മയമില്ലാണ്ട് അവരുടെ നോക്കുന്നത്. അവർ പറയും നിങ്ങൾ ഭാര്യ ഇങ്ങനെ ഇട്ട് പോയെങ്കിൽ അത് നമുക്ക് എൻ്റെ ഭാര്യ എന്ത് ഡ്രസ്സ് ഇട്ടാൽ എനിക്കൊരു പ്രശ്നമല്ല. അവളുടെ ഇഷ്ടമല്ല അവള് ഏത് ഡ്രസ്സിലാണെന്നുള്ളത്. നമ്മൾ ഇപ്പോ സെഞ്ചുറി മാറി ഗൈസ്. നമ്മൾക്ക് പക്ഷെ ആൾക്കാർ ഇപ്പോഴും പഴയ ഓൾഡ് ജനറേഷൻ ആൾക്കാർക്ക് ഇതൊന്നും ബാംഗ്ലൂരിൽ ഇങ്ങനെ ഇതുപോലെ ഇട്ട ഞാൻ ഓക്കെയാണ്. അവിടെ ആരും ഒന്നും കെയർ ചെയ്യാനൊന്നുമില്ല. അവർക്ക് അവരുടെ ലൈഫ് ജീവിതമൊക്കെ അവിടെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ കാസർഗോഡത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബാക്കി ഡിസ്ട്രിക്ട് ജില്ലത്തെ കാര്യം എനിക്കറിയില്ല. പക്ഷെ കാസർഗോഡ് ഞാൻ ഓക്കെ അല്ല കിരുത്തുട്ടി ഇങ്ങനെ പോകുന്നതിൽ. സോ എന്തായാലും ഞാൻ 10 of 10. ഞാൻ ജയിച്ചു. പിന്നെ ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ആക്കണോ ഇപ്പൊ? ഐ മീൻ 10 on 10 കിട്ടിയല്ലേ, പിന്നെ എന്താ ഉണ്ട് ഔട്ട്ഫിറ്റ് വേറെ? ഇത് കാലം നല്ലത് അല്ലേ? മതിയാ? ഓക്കെ, കിരുത്തുട്ടിക്ക് 10 of 10 കിട്ടിയോണ്ട് കിരുത്തുട്ടി നിർത്തുകയാണ്. നെക്സ്റ്റ് ദേവേട്ടന്റെ ഡ്രസ്സിംഗ് ചാലഞ്ച്. എനിക്ക് ഡ്രസ്സിംഗ് ചാലഞ്ച് സെൻസേ ഇല്ല. കിരുത്തുട്ടി ആദ്യം പറഞ്ഞത് എൻ്റെ ഡ്രസ്സിംഗ് കാര്യങ്ങളെല്ലാം കിരുത്തുട്ടി തന്നെയാണ് സെലക്ട് ചെയ്യുക. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഭയങ്കര ഡിപ്പെൻഡ് ആണ് കിരുത്തുട്ടിയായിട്ട്. കല്യാണം മുമ്പ് ദേവേട്ടന്നെ ചെയ്യും, പക്ഷെ നല്ല സ്റ്റൈൽ ചെയ്യും. അപ്പൊ ജോലിക്കല്ല പോലെ അവിടെ പെൺകൾക്കെല്ലാം ഇൻട്രസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ദേവേട്ട പുതിയ ഷൂ, പുതിയ ഷർട്ട്, വീക്ക്ലി യൂസ് ടു ബൈ ന്യൂ ഷർട്ട്, ന്യൂ പാന്റ് ആക്ച്വലി അല്ലേ? ബിക്കോസ് യു നീഡ് ടു വെയർ ന്യൂ. ശരിയാണ്. അപ്പൊ ഭയങ്കര സ്റ്റൈൽ. ഇപ്പൊ കിരുത്തുട്ടിയാണ് എനിക്ക് ഡ്രസ്സ് ഞാൻ വാങ്ങാറില്ല. കിരുത്തുട്ടി വാങ്ങി തന്നെ ഇപ്പൊ ഈ ആൾ ഇട്ടിട്ടുണ്ടല്ലേ, ഇത് മിന്നാനെ ഞാൻ ഫോഴ്സ് ആക്കിയിട്ട് വാങ്ങിയതാ. ഇപ്പൊ ഈ സ്റ്റൈലും ഞാൻ തന്നെ സ്റ്റൈൽ ചെയ്തത്. അതെ, കിരുത്തുട്ടി ആണ് എൻ്റെ സ്റ്റൈലൊക്കെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഷോപ്പിൽ പോയാലും കിരുത്തുട്ടി പറഞ്ഞ ഡ്രസ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതാണ് എനിക്കും കൂടി കുറച്ചുകൂടി കംഫർട്ട്. ഓക്കെ, എന്തായാലും കിരുത്തുട്ടി നല്ലൊരു വർക്കായിരുന്നു. സോ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, stay tuned. Next vlog. Bye.